എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ആസ് ബീങ് എ മലയാളി, നമ്മുടെ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണ്? ചിങ്ങം വന്നു. അപ്പൊ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇനി അങ്ങോട്ട് ഗിയർ മാറ്റി മാറ്റി പിടിക്കുക കേട്ടോ. ഓരോ ഡേയും ന്യൂ ബിഗിനിങ് ആയിരിക്കണം. ഹാർഡ് വർക്ക് ചെയ്താൽ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമേ ഇല്ല. സൺഡേ അല്ലേ, മൺഡേ അല്ലേ, ട്യൂസ്ഡേ അല്ലേ ഒന്നും നോക്കരുത്. എല്ലാ ഡേയും ഫ്രഷ് ഡേ. ക്വസ്റ്റ്യൻ കണ്ടിരുന്നു എല്ലാവരും? എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി കുട്ടപ്പന്മാരും കുട്ടപ്പന്മാരുമായിട്ടൊന്ന് ലൈവായേ പെട്ടെന്ന്. ഓക്കെ, വിസിബിൾ അല്ലേ? ക്വസ്റ്റ്യൻ വിസിബിൾ അല്ലേ? NDNA ഫിസിക്സ് പേപ്പർ 1 2021 ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്ലോസ് ആയി വാച്ച് ചെയ്താൽ മനസ്സിലാവുന്നത്, കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറേ വർഷങ്ങളായി ചോദിക്കുന്നത് ഒന്ന് ഒപ്റ്റിക്സിൽ നിന്നാണ്, റേ ഒപ്റ്റിക്സ്. 2 ഇലക്ട്രിസിറ്റിയിൽ നിന്നാണ്. ഒപ്റ്റിക്സ്, ഇലക്ട്രിസിറ്റി, സൗണ്ട്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ച് കാണാനുള്ളത്. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സ് നന്നായി നോക്കണം. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ ആ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയിട്ടില്ല. യു ക്യാൻ മെസ്സേജ് ഇൻ ദാറ്റ് ഗ്രൂപ്പ് കേട്ടോ. നമ്മൾ നല്ല കുട്ടികളായതുകൊണ്ടാണ് അഡ്മിൻ ഓൺലി ആക്കാത്തത്. ഡിസിപ്ലിൻ പിള്ളേരാകുമ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആവശ്യപ്പെടുക, നിങ്ങൾക്ക് ഇന്നത് വേണമെന്ന് കേട്ടോ. റാങ്ക് ലിസ്റ്റ് കണ്ടോ? ഇന്നലെ എക്സാം എഴുതിയില്ലായിരുന്നില്ലേ ശ്രീജ മിസ്സേ? ശ്രീജ മിസ്, റാങ്ക് ലിസ്റ്റ് കാണണോ? വേണോ സാർ? ഞങ്ങള് ഇന്ന് എഴുതാനായിരുന്നു പോകുന്നത്. ടുഡേ 9 മുതൽ തുടങ്ങാണ്. ഇന്ന് എഴുതുന്നുള്ളൂ? അതെ. റാങ്ക് ലിസ്റ്റ് നാളെ കാണിച്ചാൽ മതിയോ? അല്ല, ഇന്നാണ് എക്സാം അല്ലേ? സൺഡേ ആണെന്നല്ലേ? ഓക്കെ. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ. സൺഡേ അല്ലേ എന്ന് വിചാരിച്ച് നിന്ന് റിലാക്സ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരരുത് കേട്ടാ. ജോലിയൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്ദ വായിച്ചു. നന്ദ, The unit of the ratio between the thrust and impulse is same as that of. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറ. പ്രഷർ എന്ന് പറയുമ്പോൾ ത്രസ്റ്റ് ഡിവൈഡർ ബൈ ഏരിയയാണ്. ത്രസ്റ്റ് ഡിവൈഡർ ബൈ ഏരിയനാണ് പ്രഷർ എന്ന് പറയുന്നത്. ആരോ പറഞ്ഞു കേട്ടു പ്രഷർ അല്ലേ എന്ന് ചോദിച്ചു. അല്ല, ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ അല്ല. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞു നിങ്ങൾ? ഫോഴ്സ് ആണ് കേട്ടോ. ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ് ഈസ് എ ഫോഴ്സ്. തെറ്റിപ്പോരുതേ. ത്രസ്റ്റ് ഈസ് എ ഫോഴ്സ്. ഓക്കെ. ഇനി ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ആരാ? ഇമ്പൾസ്
പറയും നിങ്ങൾ നല്ല ലൈവായി വരണം എന്നല്ലേ പറഞ്ഞു. അന്ന് ചീത്ത പറയാനുള്ള ഇത് വരുത്തരുത് കേട്ടോ. ഇന്ന് 1-ാം തീയതിയാണ്, എല്ലാവരും ലൈവ് ആവണേ. ചേഞ്ച് ഇൻ മൊമെന്റ് ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ആരാ? ചേഞ്ചിങ് മൊമെന്റ്. ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലേ? അല്ലേ? പിന്നെ നമ്മളോട് അതിന്റെ റേഷ്യോ അല്ലേ ചോദിച്ചത്? ന്യൂമറേറ്ററിൽ ഫോഴ്സും ഡിനോമിനേറ്ററിൽ ഫോഴ്സ് ഇൻറ്റു ടൈമും. അപ്പോൾ ഫോഴ്സും കട്ടായി പോയാൽ നമുക്ക് 1/ടൈം എന്നല്ലേ വരിക? അല്ലേ? 1/ടൈം എന്ന് പറയുമ്പോൾ ആരാ അത്? Frequency. ഫ്രീക്വൻസി കേട്ടോ. 1/ടൈം ഫ്രീക്വൻസി. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? Force. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ആരാ? Change in momentum. ഫോഴ്സ് ഇൻറ്റു ടൈം, അതായത് ചേഞ്ച് ഇൻ മൊമെന്റം. റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫോഴ്സ് ഡിവൈഡർ ബൈ ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സും കട്ടായി പോയാൽ ബാക്കി എന്താ കിട്ടുക? 1/t. 1/ടൈം എന്ന് പറയുമ്പോൾ ആരാ? Frequency. ഫ്രീക്വൻസി. Then second question, Franco വായിച്ചോ. ഫ്രാങ്കോ തോമസ്. So, which one of the following figures correctly shows the path of a ray of light through a glass prism? ഏതായിരിക്കും? ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ ലൈറ്റ് പോയാൽ ആ ബെൻഡിങ് എങ്ങനെയായിരിക്കും? A ആണോ? ഏണോ? Yes. ആരാ ഏണെന്ന് പറഞ്ഞത്? ആളില്ല? ആണെന്ന് ആർഗ്യൂ ചെയ്തത് ആരാണെന്ന്? Sir, Nanda. നന്ദയാണോ? നന്ദ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ എങ്ങനെയത് കിട്ടിയെന്ന്. ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും ബെൻഡിങ് നടക്കുമല്ലോ ലൈറ്റ്. ലൈറ്റ് ഇങ്ങനെ വന്നു അല്ലേ? അങ്ങനെ വന്നു. അപ്പോൾ അവിടെ നമ്മൾ നോർമൽ വരച്ചാൽ അവിടെ ബെൻഡിങ് വരണം അല്ലേ? ബെൻഡിങ് വരണ്ടേ? വരണം. ഇതിലാ ബെൻഡിങ് വന്നിട്ടില്ല. കണ്ട് ഇവിടെ അങ്ങനെ നേരെ പോയിരിക്കില്ല. അപ്പം ഇതല്ല, ഇവിടെ വന്നു, അത് നേരെ പോയി, അതിലും ബെൻഡിങ് ഇല്ല. ഇവിടെ ബെൻഡിങ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഒന്നുകിൽ എ ആയിരിക്കണം, അല്ലെങ്കിൽ ആരായിരിക്കണം? ഒന്നുകിൽ എ ആവണം, ഡി ആവണം അല്ലേ? ഇനി ഇവിടെ വന്ന് വീണാൽ നമ്മൾ അവിടെ വീണ്ടും നോർമൽ വരയ്ക്കണ്ടേ അല്ലേ? ബെൻഡ് എവിടേക്ക് ആയിരിക്കും? ടുവേർഡ്സ് നോർമൽ ആണോ, എവേ ഫ്രം നോർമൽ ആണോ? അപ്പൊ ഇവിടുന്ന് വീണ്ടും ബെൻഡ് ആവണം അല്ലേ? ബെൻഡ് ആവണം. ഇപ്പൊ 2 പ്രാവശ്യം ബെൻഡ് ആവണം. എൻട്രി ചെയ്യുമ്പോഴും ബെൻഡ് ആവും, ലീവ് ചെയ്യുമ്പോഴും ബെൻഡ് ആവും. 2 പ്രാവശ്യം ബെൻഡ് ആവും. അതായത് ഈ നേരെ പോകേണ്ട ആൾ ഇങ്ങനെ ബെൻഡായി പോവും. ഇതല്ലേ ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഡീവിയേഷൻ ഡെൽറ്റ അല്ലേ? ഇവിടെ എന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്ന ആള് പിന്നെ നേരെ പോയതായിട്ടല്ലേ കാണിച്ചിരിക്കുന്നേ? നേരെ പോവില്ല. എന്താ പറഞ്ഞതുപോലെ അവിടെയും ബെൻഡാവും അല്ലേ? അല്ലേ? അപ്പോ ഇവിടെയും ബെൻഡായി, പിന്നെ ഇവിടെ എത്തുമ്പോ വീണ്ടും ബെൻഡായി. അപ്പൊ ബെറ്റർ ഓപ്ഷൻ ഏത് തന്നെയാണ്? ഓപ്ഷൻ എ. നന്ദ പഴയ നന്ദയല്ല. പണ്ട് കീഴ്പ്പെട്ട് നോക്കിയിരുന്ന നന്ദ ഇപ്പോ കോൺഫിഡന്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? ബെറ്റർ ആയിട്ടുണ്ട് ഒരു 2 വീക്സ് കൊണ്ട്. അടുത്ത വൈഷ്ണവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ വൈഷ്ണവ്. When a light beam falls on a triangular glass prism, a band of colors is obtained. Which one of the following statement is correct in this regard? പ്രിസത്തിലൂടെ ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ബെൻഡിങ് ആർക്കാണെന്നല്ലേ ക്വസ്റ്റ്യൻ? കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന ആൾക്കല്ലേ? അല്ലേ? ഈ വരുന്ന ലൈറ്റ് വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ
ഇവിടെ വൈറ്റ് വരച്ച് കാണിക്കാൻ പറ്റില്ല. ലൈറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ 7 കളറുകളായിട്ട് സ്പ്ലിറ്റ് ആവും അല്ലേ? ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യാൻ റെഡ് ആണോ വയലറ്റ് ആണോ? വയലറ്റ്. Violet. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് വൈറ്റ് ലൈറ്റ് വന്നു. വൈറ്റ് ലൈറ്റ് ഇങ്ങനെ വന്നു. വൈറ്റ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അവൻ ബെൻഡായി. ഇങ്ങനെ പോകുന്നതിന് പകരം ബെൻഡായി. കൂടുതൽ ഡീവിയേഷൻ ആർക്കാം? റെഡിനാണോ വയലറ്റിനാണോ? നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ആർക്കാം? Violet. റെഡ് ബെൻസ് മോസ്റ്റ് അല്ലല്ലോ. No. റെഡ് ബെൻ മോസ്റ്റ് അതുമല്ല. വയലറ്റ് ബെൻസ് മോസ്റ്റ് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഫോർ വയലറ്റ് ലൈറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ്. അപ്പൊ ആൻസർ ഒന്നുകിൽ എന്താവണം? സി ആവണം, അല്ലെങ്കിൽ ഡി ആവണം. നിങ്ങൾ പറ. ഡീവിയേഷൻ ഡെൽറ്റ കാണാനുള്ള ഇക്വേഷൻ എ ഡെൽറ്റ ഈസ് ഈക്വൽ എ ഇൻറ്റു n-1 ആണ് സ്മോൾ ആംഗിൾഡ് പ്രിസത്തിന്റെ ഇക്വേഷൻ. ഡീവിയേഷൻ കൂടണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യണം? മണ്ടക്ക് ഡെൽറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ n-1 അല്ലേ? അപ്പൊ n കൂടിയാലല്ലേ ഡെൽറ്റ കൂടുതലോ? ആ, അപ്പൊ ഇനി പറഞ്ഞു നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ കൂടുതൽ? റെഡ് ആണോ വയലറ്റ് ആണോ കൂടുതൽ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ആർക്കാം? വയലറ്റ്. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് കേട്ടോ. ഓക്കെ. അതുകൊണ്ട് ഡീവിയേഷനും കൂടുതൽ ആർക്കായിരിക്കും? വയലറ്റിനായിരിക്കും. ഡീവിയേഷൻ കൂടുതലും വയലറ്റിന് തന്നെ ആയിരിക്കും അല്ലേ? ആണോ? Yes, sir. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞ ആൻസർ ഏതാ? Option C. വയലറ്റ് ലൈറ്റ് ബെൻഡ് മോസ്റ്റ്. അത് കറക്റ്റ് ആണ്. വയലറ്റ് ആണ് കൂടുതൽ ബെൻഡ് ആവുക. ആസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഫോർ വയലറ്റ് ലൈറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ്. കറക്റ്റ് ആണ്. വയലറ്റിനാണ് കൂടുതൽ കേട്ടോ. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നത്, ശരിക്കും പറയേണ്ടത് മോണോക്രോമാറ്റിക് ലൈറ്റിനാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയേണ്ടത്. കാരണം കളർ മാറിയാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അല്ലെങ്കിൽ വേവ് ലെങ്ത് തീരുമാനിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അങ്ങനെയും പറയാം. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന പാരാമീറ്റർ ഏതാ? വെരി ഗുഡ്. ഫ്രീക്വൻസി. സ്പീഡ് ചേഞ്ച് ആവുമ്പോൾ ആരും മാറും? വേവ് ലെങ്ത്തും ചേഞ്ച് ആവും അല്ലേ? സോ വേവ് ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വേവ് ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എല്ലാവരും ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോടാ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. പാർവതി പറഞ്ഞു. പാർവതി രഞ്ജിത്ത്. The image of an object formed by a plane mirror is. Sir, option C അല്ലേ? അല്ല സോറി, ബി അല്ലേ? ഇമേജ് പ്ലെയിൻ മിറർ ഉണ്ടാക്കണ ഇമേജ് എങ്ങനെയായിരിക്കും? പാർവതി ഒരു പ്ലെയിൻ മിററിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഇമേജ് ഇങ്ങനെയല്ലേ വരിക? ഇത് ഓബ്ജക്റ്റും ഇത് ഇമേജും. ഒന്ന് പറഞ്ഞേ. ഇറക്റ്റ് ആയിരിക്കും അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലേ? Yes, sir. അപ്പൊ പിന്നെ ആൻസർ സി അല്ല, ഡി അല്ല. ഇത് ബാക്കിലേക്ക് ലൈറ്റിന് കടക്കാൻ പറ്റില്ലല്ലോ, ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, പോയി തട്ടി തിരിച്ചു പോരില്ലേ? അപ്പോൾ ലൈറ്റ് ബാക്കിലേക്ക് കടക്കാത്തത് കാരണം ഒരിക്കലും റിയൽ ആയിട്ട് ലൈറ്റ് റേസ് മീറ്റ് ചെയ്യില്ല.
അപ്പൊ ഏതല്ല? Option A. റിയൽ അല്ല. ഏതാ ആൻസർ? Option വെർച്വൽ B. അല്ല, സെയിം സൈസ്. അപ്പൊ ആൻസർ ഏതാ? Option B. പ്ലെയിൻ മിറർ. ഇറക്റ്റ്, വെർച്വൽ, സെയിം സൈസ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? Yes, sir. ദീക്ഷിത്, അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ചേ ദീക്ഷിത്. Which one of the following is not a conservative force? നോട്ട് എ കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ ദീക്ഷിത്? അതായത് ഫോഴ്സില് വ്യത്യാസം ഉണ്ടാകില്ല, ക്യാൻസൽ ആയി പോകല്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ മാത്രമാണെങ്കിലാണ് അതിനെ കൺസർവേറ്റീവ് എന്ന് പറയുക. പാത്ത് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഫോഴ്സുകളെ പറയുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് കേട്ടോ. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്? കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് എ കൈൻഡ് ഓഫ് ഫോഴ്സ് ഇൻ വിച്ച് വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത്. പക്ഷെ നിങ്ങളോട് ചോദിച്ചത് നോട്ട് എ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നല്ലേ? അല്ലേ? ഇതിൽ ഇലക്ട്രിക് ഫോഴ്സ് കൺസർവേറ്റീവാ, സ്പ്രിംഗ് ഫോഴ്സും കൺസർവേറ്റീവാ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൺസർവേറ്റീവാ. അപ്പൊ ആരായിരിക്കും ആൻസർ? ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇതിൽ ഇൻഡക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ ആളുണ്ട്. ഇൻഡക്റ്റീവ് ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഇൻഡക്റ്റീവ് ഫോഴ്സ്. ഇവർ 3 പേരുമാണ് നിങ്ങൾ പഠിക്കുന്നതിൽ വെച്ചിട്ട് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉള്ളത്. നോൺ കൺസർവേറ്റീവ്. ദീക്ഷിതേ, ഈ ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സ്പ്രിംഗ് ഫോഴ്സും 3 എണ്ണവും എന്തുകൊണ്ടാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഇനീഷ്യലും ഫൈനൽ പൊസിഷനും വർക്ക് ഡൺ ബൈ ദാറ്റ് ഫോഴ്സസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, ഇൻഡിപെൻഡന്റ് ഓഫ് ആര്? പാത്ത്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഫോളോഡ്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഫോളോഡ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റൻ അക്ഷത വായിച്ചോ. അക്ഷത. A negative work is done when an applied force F and the corresponding displacement SR. A negative work is done when applied force F and corresponding displacement SR. Option C. ഓപ്ഷൻ സി. ഏതാ? വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ W is equal to F dot D എന്നല്ലേ? ആണോ? ഈ എഴുതിയ ഇക്വേഷൻ കറക്റ്റ് ആണോ? എസ് ഓക്കെ, എസ് ആക്കാം. ഇപ്പൊ കറക്റ്റ് ആണോ? Yes, sir. ഞാൻ ഈ ഇക്വേഷൻ എഴുതിയ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലേ? Dot. Cross product ആണ്. മണ്ടക്കൊന്നും തരും ഞാൻ. ക്രോസ് പ്രൊഡക്റ്റ് വർക്ക് ഡൺ ഡോട്ട് പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം? ഇതിന്റെ മുകൾ ഭാഗത്ത് വെക്ടർ സിമ്പൽ ഇടാൻ പാടില്ല. വർക്ക് ഈസ് എ സ്കേലാർ. ഡോട്ട് പ്രൊഡക്റ്റുകളെല്ലാം സ്കേലാർ ആണ് കേട്ടോ. മനസ്സിലായോ? വർക്ക് ഡൺ ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട്, അത് സ്കേലാർ ആയതുകൊണ്ട് വർക്ക് ഡന്റെ തലയുടെ മുകളിൽ വെക്ടർ സിമ്പൽ ഇടരുത്. വർക്ക് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി കേട്ടോ. അപ്പൊ W ഈക്വൽ ടു F ഡോട്ട് എസ് എന്ന് എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പൊ W ഈസ് ഈക്വൽ ടു FS കോസ് തീറ്റ എന്ന് വരും. തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി വരുമ്പോൾ W ഈക്വൽ ടു FS ഇൻറ്റു കോസ് 180 എന്ന് വരും. കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ FS ഇൻറ്റു -1 വരും. ഇപ്പൊ നെഗറ്റീവ് വർക്ക് വരുന്നത് എപ്പോഴാണ്? ആന്റി പാരലൽ ആവുമ്പോഴല്ലേ? ആണോ?
ആ Yes, sir. പെർപെൻഡിക്കുലർ ആയ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞേ? വർക്ക് ഡൺ 0 ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി വരുമ്പോൾ വർക്ക് ഡൺ 0 വരും. പാരലൽ ആകുമ്പോൾ പോസിറ്റീവാ വരാം നെഗറ്റീവാ വരാം? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് വരും. ആന്റി പാരലൽ ആകുമ്പോൾ മാത്രം എന്ത് വരും? നെഗറ്റീവ്. നെഗറ്റീവ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ആകുമ്പോൾ, അതായത് അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ പോസിറ്റീവ്, 90 ഡിഗ്രി ആണെങ്കിൽ 0, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ നെഗറ്റീവ്. കേട്ടോ, അങ്ങനെ ഓർമ്മിച്ച് വെച്ചോ. അക്യൂട്ട് ആയാൽ പോസിറ്റീവ്, പെർപെൻഡിക്കുലർ ആയാൽ 0, ഒബ്റ്റ്യൂസ് ആയാൽ not only for 180 degree, for all obtuse angles work done is negative. കേട്ടോ, not only for 0 degree, for all acute angles work done is positive. Okay. Okay, sir. Okay, sir. അക്ഷത കഴിഞ്ഞ അമിത വായിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമിത. Sir, spherical mirror formula relating an object distance u, image distance v, and focal length of mirror f may be applied to a plane mirror when പ്ലെയിൻ മിറർ ആകുമ്പോൾ യുവിന്റെ മാഗ്നിറ്റ്യൂഡും വിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആവണ്ടേ? വരണ്ടേ? അതായത് പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിലേക്കുള്ള ദൂരം യു ആണ്, ഇമേജിലേക്കുള്ള ദൂരം വി ആണ്. അങ്ങനെയാണെങ്കിൽ യുവും വിയും ഈക്വൽ ആയിരിക്കണ്ടേ? Yes, sir. Yes, sir. അപ്പൊ പറ, ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ 1/v + 1/u = 1/v എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? സോറി, 1/f കേട്ടോ. ഇത് വാലിഡ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നാ പറഞ്ഞത്? ഫോക്കൽ ലെങ്ത്തിന്റെ വാല്യൂ എന്ത് വരണം? പറയടാ. 0 വരണം. ഒന്നും മുണ്ടക്ക് ഞാൻ തരും കേട്ടോ. എഫിന്റെ വാല്യൂ എന്താവണം? ഇൻഫിനിറ്റി ആയാൽ 1/v + 1/u = 1/∞ എന്ന് വരും. 1/∞ എന്ന് പറയുമ്പോൾ എത്രയത്? 0. അപ്പൊ 1/v + 1/u = 0 എന്ന് വരും. 1/v = -1/u എന്ന് വരും. ശരിയല്ലേ? അപ്പൊ v = -u എന്ന് വരും. ശരിയാണോ? Yes. Yes, sir. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, അതായത് സ്പെറിക്കൽ മിറർ ഫോർമുല നമുക്ക് പ്ലെയിൻ മിററിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ പ്ലെയിൻ മിററിന്റെ എന്ത് ഫോക്കൽ ലെങ്ത് 0 ആണോ ഇൻഫിനിറ്റി ആണോ? Infinity. ഇൻഫിനിറ്റി. ഫോക്കൽ ലെങ്ത് ഗോസ് ഇൻഫിനിറ്റി. പ്ലെയിൻ മിററിന്റെ ഫോക്കൽ ലെങ്ത് 0 അല്ല, ഇൻഫിനിറ്റി ആണ് കേട്ടോ. ഓക്കെ ആണോ? Yes, sir. Yes, sir. നെക്സ്റ്റ് വൺ അക്ഷിത് വായിച്ചു. അക്ഷിത്. അക്ഷത്തിന്റെ മൈക്ക് ഓൺ ആകത്തില്ല. മൈക്ക് ഓൺ ആവില്ലേ? എന്നാ ശിവബാല വായിച്ചു. ശിവബാല. Nuclear energy is generated by ന്യൂക്ലിയർ എനർജി ജനറേറ്റഡ് ബൈ. എങ്ങനെയാ ന്യൂക്ലിയർ എനർജി ഉണ്ടാകാന്ന്? sir. ശിവബാലയുടെയും മൈക്ക് ഓൺ ആവില്ലേ? Yes, sir. ആ വായിച്ചോ ശിവബാല. Actually, ഞാൻ കേട്ടില്ല. ആൻസർ വായിക്കണ്ടേ? ക്വസ്റ്റ്യൻ വായിച്ചാൽ മാത്രം പോരെ. answer available, sir. ഈ ചാപ്റ്റർ പഠിപ്പിച്ചിട്ടില്ലേ? ഫ്യൂച്ചറില് ഇന്ത്യൻ ആർമിയിലൊക്കെ ജോയിൻ ചെയ്യേണ്ട ആളായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടായതുകൊണ്ട് യൂസ് കോമൺ സെൻസ്. ഓപ്ഷൻ എ ആണോ സാർ? ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ,
ന്യൂക്ലിയർ എനർജി ജനറേറ്റഡ് ബൈ ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷനിലും ഫ്യൂഷനിലും എനർജി ജനറേറ്റ് ആവും. ബെറ്റർ ഓപ്ഷൻ ആ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചത് ഐൻസ്റ്റീനാണ്. അപ്പം അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ. ഉറപ്പാണോ? ആണോ? യെസ് സർ. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ന്യൂക്ലിയർ എനർജി എങ്ങനെ ഈ ന്യൂക്ലിയർ എനർജി ഉണ്ടാവുന്നേ അറിയാമോ? ആൻസർ കണ്ടുപിടിക്കാൻ പുതിയൊരു ചാറ്റ് ബോട്ട് വന്നിട്ടുണ്ട്. വേറെ അറിയില്ല എല്ലാവർക്കും? അറിയാമോ? ഇല്ല. പെർപ്ലക്സിറ്റി ഇടുന്നുണ്ടോ? പെർപ്ലക്സിറ്റി കേട്ടാ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പെർപ്ലക്സിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ഫ്രാങ്കോ കേട്ടിട്ടുണ്ട്. പെർപ്ലക്സിറ്റി ആരുടെടാ? അറിഞ്ഞൂടാ സാർ. അറിഞ്ഞൂടാ സാർ. ബീങ് എൻ ഇന്ത്യൻ നിങ്ങൾ എന്തായാലും അത് അറിഞ്ഞിരിക്കണം. ഞാൻ കാണിച്ചു തരാം പെർപ്ലക്സിറ്റി ആരുടെയാണ്. PERPLE പെർപ്ലക്സിറ്റി. ആണ് പെർപ്ലക്സിറ്റി. Perplexity AI. Perplexity is a free AI-powered answer engine that provides accurate, trusted, real-time answers to any question. പെർപ്ലക്സിറ്റി ആപ്പിന്റെ ഓണർ അറിയാമോ? അല്ലെങ്കിൽ ആരാണ് അതിന്റെ ഫൗണ്ടർ എന്ന് അറിയാമോ? നിങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചുമ്മാ ഒന്ന് പരിചയപ്പെടാം. GK ഉണ്ടല്ലോ നമുക്ക് പരീക്ഷയ്ക്ക്. അപ്പൊ GKക്ക് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോ എയർടെൽ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് കേട്ടോ. അറിഞ്ഞിരുന്നോ? അമ്മയുടെ അച്ഛനോടൊക്കെ വേണമെങ്കിൽ പറഞ്ഞോട്ടോ. ഒരു മിനിറ്റ്, ഞാൻ അരവിന്ദ് ശ്രീനിവാസ് ആരാന്ന് പറയാം. എന്താണ് അരവിന്ദ് ശ്രീനിവാസ്? Aravind Srinivas, the visionary CEO of Perplexity AI, has become the center of an international technology conversation after his company made a staggering of $34.5 billion. Aravind Srinivas, born in Chennai, India, and began his academic journey at IIT Madras. His passion for technology and AI led him to University of California, Berkeley, where he further honed his expertise. Srinivas' early career included work with renowned AI researcher Yoshu Bengio and a tenure at Google, experience that provided him with a deep insight into search technologies and internet ecosystem. In 2022, Srinivas co-founded Perplexity AI alongside Dennis Erhardt, Johnny Ho, and Andy Konvinsky. The company focuses on AI-powered search engine that deliver direct conversational answers using real-time data, positioning itself as a challenger to traditional search paradigms. Aravind Srinivas, born on 7th, 1994 in Chennai. He pursued his dual degrees BTech MTech in electrical engineering from Indian Institute of Technology IIT Madras. Later, he moved to United States for further
ഏണിംഗ് എ PhD in computer science from University of California. അയാൾ പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, പക്ഷെ PhD എടുത്തിരിക്കുന്നത് his doctoral research title Representation Learning for Perception and Control was supervised by renowned AI researcher Peter Abel. അടുത്തും കൂടെ വായിക്കാം നമുക്ക്. ശ്രീനിവാസ് കരിയർ ഇൻക്ലൂഡ്സ് റിസർച്ച് പൊസിഷൻ അറ്റ് ലീഡിംഗ് AI ഓർഗനൈസേഷൻസ് സച്ച് ആസ് OpenAI. OpenAI എന്ന് കേട്ടിട്ടുണ്ടോ? OpenAI ആരുടെയാ? ChatGPT. ChatGPT അതാരുടെയാ? OpenAIയുടെ ഓണർ ആരാ? ഓണർ അല്ലെങ്കിൽ ഫൗണ്ടർ ആരാ? ഓണർ എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് ഓണേഴ്സ് ഉണ്ട്. ആരാടാ OpenAIയുടെ ഫൗണ്ടർ ആരാ? ആരാ? വൈഷ്ണവിയെ, ആരാ OpenAIയുടെ ഓണർ? ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തേ. എല്ലാവരും സെർച്ച് ചെയ്തു. ഇലോൺ മസ്ക്. കുറെ പേരുണ്ട്, പക്ഷെ ഐഡിയ കൊണ്ടുവന്നത് ആരാ? ഇലോൺ മസ്ക് ആണ്. അതായത് ഇലോൺ മസ്കിന്റെ കമ്പനിയിലാണ് ആദ്യം ആര് വർക്ക് ചെയ്തത്? അരവിന്ദ് ശ്രീനിവാസ്. അതായത് അയാളൊരു ഇന്ത്യനാണ്. ഒരു പക്ഷെ ലോകത്തെ ഏറ്റവും നല്ല, അതായത് OpenAIനേക്കാൾ ഓവർടേക്ക് ചെയ്ത്, ChatGPTനെ പോലും ഓവർടേക്ക് ചെയ്ത് ഏറ്റവും അടിപൊളി ആപ്പാണ് ഇത്. ആപ്പല്ല, സെർച്ച് എഞ്ചിനാണ്. ആണേത്? ഇപ്പം നമ്മുടെ ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനിക്കാം. മനസ്സിലായോ? അതായത് ലോകത്തിലെ ഏറ്റവും നല്ല. പക്ഷെ അമേരിക്കൻസിന് ഹെൽപ്പ് ഉണ്ടല്ലേ? അത് പറ്റില്ല, കാരണം അതൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. നിങ്ങൾ അതുപോലെ ലോകം അറിയപ്പെടുന്ന ആളുകളായി മാറണം. മാറുമോ? എല്ലാവരും NDAക്ക് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി NDAക്ക് പോയാലും ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കും. നിങ്ങൾ NDAക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്യാലോ. നിങ്ങൾക്കൊരു 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് സമയം ജോലി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളൊരു എക്സ്പെർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് ഇങ്ങനത്തെ സംരംഭങ്ങൾ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഓർമ്മിച്ച് വെച്ചോ. ഇതിന്റെ പേര് മറക്കണ്ട. എന്താണ്? പെർപ്ലക്സിറ്റി. എന്താന്ന് പറഞ്ഞേ? പെർപ്ലക്സിറ്റി. എന്താ പെർപ്ലക്സിറ്റിയുടെ മീനിങ്? എനിക്ക് തോന്നുന്നു അമ്മയച്ഛനൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്ത് ചോദിച്ചാലും മിണ്ടരുത്, നല്ല കുട്ടികളായിട്ട് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു അല്ലേ? പെർപ്ലക്സിറ്റിയുടെ മീനിങ് എന്താ? ഹൈ ആയിട്ടുള്ള ലെവൽ, പീക്ക് ലെവൽ അല്ലേ? പേര് പോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പെർപ്ലക്സിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അവനോട്, ഇപ്പോൾ ഞാൻ എനിക്ക് ആൻസർ കിട്ടിയില്ല, അപ്പം ഞാൻ ചോദിക്കും അവനോട്. ChatGPT നല്ലത് തന്നെയാണ്, പക്ഷെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര നല്ലതാണ്. എനിക്ക് വോയിസ് നോട്ടായിട്ട് ചോദിക്കാം, മലയാളത്തിൽ ചോദിക്കാം, അവൻ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. തമിഴിൽ ചോദിക്കാം, ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് തരും. ഇപ്പം ഈ ക്ലാസ് റൂം തന്ന് നിങ്ങളെയൊക്കെ ഇതിലേറ്റവും നല്ല കുട്ടിയാരോ വെച്ചാൽ അതടക്കം പറഞ്ഞുതരും. നിങ്ങളുടെ ബോഡി പോസ്റ്റർ നോക്കി, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നോക്കി ആരാണ് ബെസ്റ്റ് നടക്കാൻ പറഞ്ഞുതരും നമുക്ക്. ഇന്നലെ കണ്ടില്ലേ, ഒരു തണ്ണിമത്തം മേടിക്കാൻ പോയ ഒരു ലേഡി അയച്ചിരുന്നു പേപ്പറിൽ. അതായത് അവർ ഫോട്ടോ എടുത്തു തണ്ണിമത്തൻ്റെ, എന്നിട്ട് വാട്ടർമെലൻ്റെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്തു? ChatGPTയോട് ചോദിച്ചു ഞാൻ ഏത് മേടിക്കണം ചോദിച്ചു. അപ്പോൾ അതൊരെണ്ണം ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു. അത് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് വീട്ടിൽ ചെന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയും കാലം മേടിച്ചതിൽ വെച്ച ഏറ്റവും നല്ല തണ്ണിമത്തനായിരുന്നു അത്. അപ്പോൾ കാലം പോണ കാര്യം ഓർമ്മിച്ചോ? നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം നടക്കം ആര് പറഞ്ഞുതരും? അതാ റഷ്യക്കാർ ഇന്നലെ പുതിയൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ അറിയില്ലേ? ക്യാൻസറിനടക്കം മെഡിസിൻ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചത് ആരാ? പണ്ടൊക്കെ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു എന്നാ പറയുക.
ഹ്യൂമൻ ബീയിങ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻസറിൻ്റെ മെഡിസിൻ കണ്ടുപിടിച്ചത് ഒരു റോബോട്ടാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ആണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യന്മാരിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ പെർപ്ലക്സിറ്റി എന്ന് കേട്ടില്ല എന്നൊന്നും ആരോടും പറയരുത് കേട്ടോ. നിങ്ങളവിടെ ഹോസ്റ്റലിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, പുറം ലോകവുമായി ഒരു ബന്ധമില്ല എന്നൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കാൻ പറ്റില്ല. രാവിലെ നീക്കുമ്പോൾ പേപ്പറെങ്കിലും വായിക്കാം. അറ്റ്ലീസ്റ്റ് പേപ്പർ വായിക്കാറുണ്ട് അപ്സര? പേപ്പർ വരുന്നുണ്ടോ സ്കൂളില്? ആ, അപ്പൊ നാളെ മുതൽ അതും കൂടെ ചെയ്യണം കേട്ടോ. എല്ലാവരോടും കൂടെ പറയണം. ഒരു 10 മിനിറ്റെങ്കിലും ഹെഡിങ് എങ്കിലും വായിക്കണം കേട്ടോ. മുഴുവൻ വായിച്ചില്ലെങ്കിലും നിർബന്ധമായും ഹെഡിങ് എങ്കിലും വായിക്കണം. കാരണം നിങ്ങളിപ്പോൾ NDA എക്സാം എഴുതാൻ പോകുമ്പോൾ അവിടെ ഈ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഒരു കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നോളജ് വേണം. ഡീപ്പ് നോളജ് ഒന്നും ആവശ്യമില്ല. കേട്ടോ? അപ്പൊ അതിൽ സന്തോഷമായി. ഒരാളൊരു നെഗറ്റീവ് കാണുമ്പോൾ എന്തൊരു സന്തോഷം അറിയോ. അതായത് ഒരാൾക്ക് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ഭയങ്കര ഹാപ്പിനെസ് മോഡാണ്. എന്നാൽ അരവിന്ദ് ശ്രീനിവാസനെ കാണുമ്പോൾ ഒരാൾക്ക് ഒരു ഹാപ്പിനെസ് മോഡും ഇല്ല. ശരിക്കും അയാളെ കാണുമ്പോഴല്ലേ ഹാപ്പിനെസ് വരണ്ടേ. നിങ്ങളിൽ ഒരാളാണ് അയാൾ. ഫ്യൂച്ചറിൽ നിങ്ങൾക്കും അതുപോലെ. അയാളുടെ വാല്യുവേഷൻ എത്ര അറിയോ? പെർപ്ലക്സിറ്റി ആപ്പിന്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വില എത്ര അറിയോ? ഒന്ന് ഗസ് അടിക്കുന്നേ. 200 million. വാല്യുവേഷൻ നോക്കാം. വാല്യുവേഷൻ ഓഫ് പെർപ്ലക്സിറ്റി എത്രയാ പറഞ്ഞ കിട്ടിയത്? ഞാൻ നോക്കാം. Sir, 20 billion. Startup Perplexity AI hits 18 billion valuation. 18 billion valuation after 100 billion funding round. 18 billion 20 billion എന്ന് വിചാരിച്ചു. 20 billion എന്ന് പറഞ്ഞാൽ എത്രയടാ? 20 billion ഡോളേഴ്സ് അല്ലേ? ഡോളർ അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ബില്യൺ. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എന്റെ അമ്മോ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? മില്യൺ. 10 lakhs. 10 lakhs. 10⁻⁶ നമ്മൾ ഒരു മില്യൺ എന്ന് പറയാം. 10 lakhs അത് കറക്റ്റാ. 2 പൂജ്യം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരായി മാറും? ബില്യണോ? അപ്പൊ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻⁸ അല്ല 8 അല്ല, ഒരു പൂജ്യം കൂടെ വേണം. 10⁻⁹ ആണ് 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 പൂജ്യം അല്ല, 3 പൂജ്യം വേണം. അപ്പൊ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയത്? ഇന്ത്യൻ മണി വെച്ച് പറയുകയാണെങ്കിൽ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒന്ന് പറയടാ. 10⁻⁹ ആണ്. 10⁻⁶ ആവുമ്പോ 10 ലക്ഷം. ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 100 കോടിയാണ്. ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 കോടി. ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 100 കോടി. അപ്പൊ എത്ര കോടിയാ? 100 കോടി. 100 കോടി. ഇനി 100 കോടീനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഡോളർ ആക്കണ്ടേ? വേണ്ടേ? ഇപ്പൊ 100 കോടീനെ 85 രൂപ എന്തോ ഉണ്ട് തോന്നുന്നു. 90 അടുപ്പിച്ച് 1000 കൊണ്ടുവന്നു. 80 രൂപ വെച്ചോ. 80 റുപ്പീസ് മതി. 80 റുപ്പീസ്. അപ്പൊ അതിനെ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 100 കോടീനെ 80 കൊണ്ട് മൾട്ടിപ്ലൈ. എത്രയാ?
8,000 കോടി. എത്ര കോടി? 8,000 കോടി. 8,000 കോടി. നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ കോടി എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്നതാണ് കോടി. 8,000 കോടിയാണ് വാല്യുവേഷൻ. അതിപ്പോൾ അതൊന്നും ആയിരിക്കില്ല, ഇപ്പം അതിനേഷൊക്കെ പിന്നെയും ഒരുപാട് കൂടിപ്പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെയും ഗെയിമുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതായത് അതിൻ്റെ ഷെയറിൻ്റെ ഈ 8,000 കോടി എന്ന് വിചാരിക്കുക. 8,000 കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ എത്രയാ? 1%. കാൽക്കുലേറ്റ് ചെയ്യണം. 8,000 കോടിയുടെ 1% എത്രയാ? 80 കോടി. 80 കോടി. 10% ആയാൽ 800 കോടി. 800 കോടി. അപ്പോൾ അരവിന്ദ് ശ്രീനിവാസ് വിചാരിക്കണത് ഒരു 10% ഷെയർ വിൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അയാൾക്ക് കിട്ടുന്ന വരുമാനം എത്രയെന്ന് മനസ്സിലായില്ലേ? എത്രയാണ്? 800 കോടി. 800 കോടി. നിങ്ങൾക്ക് വേണോ അങ്ങനെ പൈസ? വേണോ? വേണ്ട. പ്രണാദയ്ക്ക് വേണ്ട. ഒരു കാര്യം ചെയ്യും, കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് PSK സാറിന് തന്നാലും മതി. പറ്റുമോ? പ്രണാദയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് തന്നാ മതി. എന്താ പറഞ്ഞേ? അത്ര വേണ്ട, എങ്ങനെ ചെലവൊക്കെ അതാ എനിക്ക് തന്നാ മതി, ഞാൻ ചെലവാക്കാം കേട്ടോ. തിങ്ക് ബിഗ്, അതാണ് അതിനകത്ത് പറയാനുള്ളത്. വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കും കേട്ടോ. അല്ലാതെ ഇന്ന് പുറത്തു പോയിട്ട് ഐസ്ക്രീം കഴിക്കണം, നാളെ നമുക്ക് മലമ്പുഴയ്ക്ക് ടൂറ് പോവാം, നാസയിലേക്ക് ടൂറ് പോകണം, അല്ലെങ്കിൽ ഒരു സ്പേസ് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ചു കാലം താമസിക്കണം, അങ്ങനെയൊക്കെ സ്വപ്നം കാണടാ. അപ്പൊ പ്രണത പേടിക്കേണ്ട. അങ്ങനെ പൈസ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, കിട്ടിയാൽ അറിയിച്ചാൽ മതി. ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് വരാം കേട്ടാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കാരണം വലിയ സ്വപ്നങ്ങൾ കാണുക, എന്നാലേ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ കേട്ടോ. പെൺകുട്ടികളോട് പറയാം, ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയത്, ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്കൂൾ സിസ്റ്റം ഓടിക്കുന്നത് ആരാ അറിയോ? ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന ഏറ്റവും നല്ല സ്കൂളിംഗ് സിസ്റ്റം ആരുടെ കയ്യിലറിയോ? അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അഡ്മിഷൻ എടുത്തു, NDAയിൽ ചേർന്നു, അങ്ങനെ പറയുന്നു. ആരറിയോ? അന്വേഷിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായാലും ആൻസർ ഐൻസ്റ്റീൻ തന്നെയാണ്. അതിന്റെ കോൺസെപ്റ്റ് അറിയാമോ നിങ്ങൾക്ക്? ന്യൂക്ലിയർ എനർജി ജനറേറ്റഡ് ബൈ, അറിയാമോ എങ്ങനെയാണ് ഈ ന്യൂക്ലിയർ എനർജി ഉണ്ടാവുന്നത്? ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ടായിരുന്നു, അയാള് സെൽഫ് ഡിസിൻറ്റഗ്രേഷൻ എടുത്ത് Y ആയിട്ടും Z ആയിട്ടും പൊട്ടി. അതിന്റെ കൂടെ അയാള് Q എന്ന് പറഞ്ഞൊരു സാധനം കൂടെ റിലീസ് ചെയ്തു. ഈ Q എന്ന് പറയുമ്പോൾ ആരാ അറിയോ? യൂഷ്വലി ചിലപ്പോൾ ന്യൂട്രോൺ ഒക്കെ ഉണ്ടായിരിക്കും കൂടെ, +Q എന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. ഈ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിന് ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്നാണ് പറയുക. എന്ത് എനർജി എന്നാ പറയാ? എനർജിയുടെ ഡിസിൻറ്റഗ്രേഷൻ എനർജി. അതിനെയാണ് ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്നാണ് പറയാം. എന്താണ് ഈ ഡിസിൻറ്റഗ്രേഷൻ എനർജി അറിയാമോ? നിങ്ങൾ ഈ എക്സിന്റെ മാസ് കാണാം, മാസ് ഓഫ് എക്സ്, അതിൽ നിന്ന് മാസ് ഓഫ് Y പ്ലസ് മാസ് ഓഫ് Z പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ മൈനസ് ചെയ്യുക. ആ സമയത്ത് കിട്ടുന്ന സാധനത്തിനെ പറയുന്ന പേര് മാസ് ഡിഫക്റ്റ് എന്നാണ് പറയാ. എന്താ പറയാ? മാസ് ഡിഫക്റ്റ്. അതായത് ലെഫ്റ്റ് സൈഡിലെ മാസും റൈറ്റ് സൈഡിലെ മാസും കണ്ടുപിടിക്കുക. ലെഫ്റ്റ് സൈഡിലെ മാസിൽ നിന്നും റൈറ്റ് സൈഡിലെ മാസ് മൈനസ് ചെയ്യുക. ഓക്കെ, ആ മാസിലുള്ള ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരെന്താന്ന് പറഞ്ഞേ? മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റ്. ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആള് പറയുന്നത് ഈ മാസ് ഡിഫക്റ്റിനെ C² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ Q കിട്ടും. ആര് കിട്ടും?
ക്യൂ, അതായത് മാസ് ഡിഫക്റ്റിന് ഇക്വിവാലന്റ് ആയിട്ടുള്ള എമൗണ്ട് എനർജി എന്തായിട്ട് മാറും? ഡിസിൻറ്റഗ്രേഷൻ എനർജി ആയിട്ട് മാറും. ഈ ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാന്ന് അറിയാമോ? അറിയാമോ? അതായത് ഈ എനർജി യൂഷ്വലി അപ്പിയർ ചെയ്യുന്നത് ഈ വൈയുടെയും സെഡിന്റെയും ന്യൂട്രോണിന്റെയും കൈനറ്റിക് എനർജി ആയിട്ടാണ്. കൈനറ്റിക് എനർജി എന്ത് എനർജിയാണ്? ഈ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് വൈയും സെഡും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ന്യൂട്രോണിന്റെ മാസ് കുറവായത് കാരണം ഏറ്റവും കൂടുതൽ എനർജി ആരുടെ കയ്യിലായിരിക്കും? ഈ ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയുടെ മേജർ പാർട്ടും ആരുടെ കയ്യിലായിരിക്കും? കമോൺ, ന്യൂട്രോൺസ്. ആ ന്യൂട്രോണുകൾ ആ എനർജി ഉപയോഗിച്ചിട്ട് സറൗണ്ടിങ്സിലേക്ക് വന്ന് ഇടിക്കും. ഇപ്പൊ സപ്പോസ് നമ്മൾ വ്യാസവിദ്യാപീഠത്തിൽ നിങ്ങൾ എവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റൂമിലോട്ട് കയറ്റി വിട്ടു ഇയാളെ, എന്തുണ്ടാവും? അത് നിങ്ങളുടെ ബോഡിയിൽ വന്ന് ഇടിക്കും. ആര്? ന്യൂട്രോൺ. ആ ന്യൂട്രോണുകൾ കണ്ടിന്യൂസ് ആയിട്ട്, ഒരു ന്യൂട്രോൺ അല്ല, ഒരുപാട് ന്യൂട്രോണുകൾ ഒരേ സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ വന്ന് ഇടിച്ചാൽ ആ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? ഹീറ്റായിട്ട് മാറും. എന്തായിട്ട് മാറും? ചൂടായിട്ട് മാറും. അതിനാണ് ബോംബ് എന്ന് പറയുന്നത്. അൺകൺട്രോൾഡ് ആയിട്ട് ഒരു എലമെന്റ് പൊട്ടി പുതിയ എലമെന്റുകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുതിയ എലമെന്റിന്റെ കൂടെ കുറെ ലൈറ്റർ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ന്യൂട്രോണുകളെ റിലീസ് ചെയ്യും. ഈ ന്യൂട്രോണുകൾ അവരുടെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് സറൗണ്ടിങ് മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ആ സമയത്ത് കൈനറ്റിക് എനർജി ഹീറ്റായിട്ട് മാറും. അൺകൺട്രോൾഡ് ആയിട്ടാണ് ന്യൂട്രോണുകൾ ഉണ്ടാവുന്നതെങ്കിൽ അതിനെയാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതിന് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ആരാണ്? റുദർഫോർഡ് അല്ല, ആരാണ്? ഐൻസ്റ്റീൻ ആണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ടീച്ചർമാർ പഠിപ്പിച്ചു തന്നത് അണുബോംബ് എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബ്. അതായത് ഈ ബോംബ് പൊട്ടുമ്പോൾ കുറേ അണുക്കൾ ഉണ്ടാവും. ആ അണുക്കൾ നമ്മുടെ ബോഡിയിൽ വന്നിട്ട് നമ്മളെ ഹാംഫുൾ ആണെന്നാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ആറ്റം ബോംബ് അണുബോംബ് എന്ന് പറഞ്ഞാൽ അണുക്കളൊന്നും അല്ല ഉണ്ടാവുക, പകരം എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രോണുകളാണ് ഉണ്ടാവുക. ആ ന്യൂട്രോണുകളാണ് ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ആ ന്യൂട്രോണുകളുടെ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? കൈനറ്റിക് എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? ഹീറ്റും ലൈറ്റൊക്കെ ആയിട്ട് മാറുന്നത് കേട്ടോ. ഏകദേശം നിങ്ങൾ ഈ ഹിരോഷിമ, നാഗസാക്കി എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ടോ? ജപ്പാനില്. ആ സ്ഥലത്ത് ഏകദേശം എത്ര കിലോഗ്രാം ന്യൂക്ലിയർ ഫ്യൂലാ ഉപയോഗിച്ചെന്ന് അറിയാമോ? ഒരു 10 കിലോഗ്രാം ഒക്കെ മതി. ഇപ്പൊ തൃശ്ശൂർ, പാലക്കാട് സിറ്റി നമുക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് കത്തിച്ച് കളയണം. നിങ്ങളുടെ കയ്യിൽ ഒരു 10 കിലോഗ്രാം എന്ത് മതി? യുറേനിയം മതി. 10 കിലോഗ്രാം. ഇതേ സമയത്ത് ഇത് നിങ്ങൾ ട്രൈനൈട്രോ ടൊളിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ, TNT ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം കോടി കിലോഗ്രാമെങ്കിലും വേണ്ടി വരും. അതായത് വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് മാസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ടാണ് ഈ പാകിസ്ഥാനൊക്കെ ഇടയ്ക്ക് നമ്മളെ വെല്ലുവിളിക്കുന്നത്. മനസ്സിലായ? നിങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക. അതായത് ന്യൂക്ലിയർ വെപ്പന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 കിലോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം? അവിടെ പൊടിയൊക്കെ കളയാം ഒരു സിറ്റി. ഇപ്പൊ ടൺ കണക്കിനാണ് ഇവന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂവൽസ്. അതായത് ഇന്ത്യയുടെ കയ്യിലും പാകിസ്ഥാന്റെ കയ്യിലൊക്കെ നമ്മുടെ ലോകം മൊത്തം നശിപ്പിക്കാനുള്ള ന്യൂക്ലിയർ ഫ്യൂവൽസ് ഉണ്ട്. മനസ്സിലായോ? ന്യൂക്ലിയർ ഫ്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെച്ചോ. എന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുറേനിയം എന്ന് പറയുന്ന ഒരു എലമെന്റിനെ നമ്മൾ പൊട്ടിക്കും. എന്നിട്ട് ബേരിയവും ക്രിപ്റ്റണും ആക്കും. പ്ലസ് 3 ന്യൂട്രോണുകളും ഉണ്ടാവും. ഈ 3 ന്യൂട്രോണുകൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ യുറേനിയം പൊട്ടുമ്പോഴും ആരുണ്ടായിക്കൊണ്ടിരിക്കും? ന്യൂട്രോണുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ന്യൂട്രോണുകൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് നമ്മുടെ ബോഡിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ അവരുടെ കൈനറ്റിക് എനർജിയാണ് ഇവഞ്ച്വലി എന്തായിട്ട് മാറുന്നത്? ഹീറ്റായിട്ടും ലൈറ്റായിട്ടും മാറുന്നത്. അൺകൺട്രോൾഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ബോംബ് എന്നും, കൺട്രോൾഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ എന്നും പറയും. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ന്യൂട്രോണുകളെ സ്പീഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചുമ്മാ അവിടെയും ഇവിടെയും പോയി ഇടിക്കാൻ സമ്മതിക്കാതെ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. അൺകൺട്രോൾഡ് ആയിട്ട് ഇവന്മാർ തലങ്ങും വിലങ്ങും പോയിട്ട് ഇടിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബോംബ്, ആറ്റം ബോംബ്. ഓക്കെ ആണോ ഞാൻ പറഞ്ഞതൊക്കെ? അടുത്തത്, റിവർബറേഷൻ ഈസ് എ ഫിനോമിനൻ അസോസിയേറ്റഡ് വിത്ത്
റിവർബറേഷൻ കേട്ടിട്ടുണ്ടോ? No, sir. ഇപ്പോൾ ഞാനൊരു സൗണ്ട് ഉണ്ടാക്കി ഒരു റൂമിനകത്ത് ഇരുന്നിട്ട്, ടോ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കി. ആ ടോ എന്ന് പറയുന്ന സൗണ്ട് കുറച്ച് സമയം നമ്മുടെ റൂമിൽ എന്ത് ചെയ്യും? Echo അടിക്കുന്നു. ആ എക്കോ അടിക്കുന്ന പോലെ. അതായത് ഇപ്പം ഞാൻ സപ്പോസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ടും ടൈമും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്, നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്തുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ കൂടി ഒരു മാക്സിമത്തിൽ എത്തിക്കാൻ നിൽക്കണം. ആ സമയത്ത് പി എസ് കെ സാർ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു, ഉണ്ടാതെ. സഡൻ ആയിട്ട് ഇൻറ്റൻസിറ്റി എവിടേക്ക് പോവില്ല, സീറോയിലേക്ക് പോവില്ല. ഗ്രാഫ് അങ്ങനെയല്ല പോവുക. ഗ്രാഫ് എങ്ങനെ പോവുക ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയം എടുത്തുകൊണ്ട് മാത്രമേ ഗ്രാഫിന് എന്താവാൻ പറ്റുള്ളൂ, സീറോ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സോഴ്സ് സൗണ്ട് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷവും ആ റൂമിൽ ആ സൗണ്ട് പെർസിസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റിവർബറേഷൻ. അത് ഉണ്ടാവാനുള്ള കാരണം സൗണ്ട് പല സൈഡിൽ തട്ടി തിരിച്ചു വരുന്നതുകൊണ്ടാണ്. സിംഗിൾ റിഫ്ലക്ഷൻ ആണോ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആയിരിക്കുമോ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അതായത് റിവർബറേഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഇൻ എ റൂം ഓർ എ സ്പേസ്. പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഇൻ എ റൂം ആഫ്റ്റർ the source stops production of sound. സോഴ്സ് സൗണ്ടിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷവും ആ റൂമിൽ സൗണ്ടിന് പെർസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ റിവർബറേറ്റ് ചെയ്യാന്ന് പറയും, റിവർബറേഷൻ ഓഫ് സൗണ്ട് എന്ന് പറയും. റിവർബറേഷൻ ഉള്ളത് എന്തിന് കാരണമാവും ചോദിച്ചാൽ, നമ്മൾ പിന്നെ ഉണ്ടാക്കുന്ന സൗണ്ടും ഈ റിവർബറേറ്റ് ചെയ്യുന്ന സൗണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൗണ്ടിന്റെ ക്ലാരിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ റിവർബറേഷൻ ഒരു നല്ല എഫക്റ്റ് അല്ല. റിവർബറേഷൻ കുറയ്ക്കണമെങ്കിൽ റിഫ്ലക്ഷൻ പരമാവധി കുറയ്ക്കണം. അതുകൊണ്ടാണ് ഈ സിനിമാ തിയേറ്ററിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ സിനിമാ തിയേറ്ററിനൊക്കെ ബാക്ക് സൈഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വല്ല കയറിന്റെ മെറ്റീരിയൽ ഇല്ലേ, കയർ, ജൂട്ട്, അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുക. വാൾസിലൊന്നും നമ്മൾ ടൈൽസ് ഒന്നും ഒട്ടിച്ച് വെക്കാറില്ല. കാരണം ടൈലൊക്കെ ഒട്ടിച്ച് വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ സൗണ്ട് അവിടെ തട്ടിയിട്ട് തിരിച്ചു വരും. അതും പിന്നെ പുതിയതായി ഉണ്ടാവുന്ന സൗണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് സൗണ്ടിന്റെ ക്ലാരിറ്റി കുറയും. ഇപ്പൊ റിവർബറേഷൻ ടൈം പരമാവധി മിനിമം ആയിരിക്കുന്നതാണ് ബെറ്റർ സൗണ്ട് ക്ലാരിറ്റിക്ക് നല്ലത്. റിവർബറേഷൻ ടൈം അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് വരുന്ന റൂമുകളെ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? റിവർബറേഷൻ ഇല്ലാത്ത റൂമുകളെ പറയുന്ന പേര്, റിവർബറേഷൻ ടൈം 0 ആക്കുന്ന റൂമിനെ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? അറിയോ? ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ ഡെഡ് റൂം എന്നാണ് പറയുക. ഡെഡ് റൂമിന് എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സിനിമയിലൊക്കെ നമ്മൾ പ്ലേ ബാക്ക് സിംഗർമാർ പാട്ട് പാടുന്നത് കണ്ടിട്ടില്ലേ? അവർ സാധാരണ ഒരു കണ്ണാടി കൂട്ടിന് ഉള്ളിൽ നിർത്തിയിട്ടാണ് അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക. കാരണം ആ റൂമിനകത്ത് അവർ ഓൾറെഡി പാടിക്കൊണ്ടിരിക്കുന്ന സൗണ്ടും നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സൗണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടിന്റെ ക്ലാരിറ്റി കുറയും. ഇപ്പൊ സൗണ്ട് റെക്കോർഡിങ്ങിന്റെ സമയത്ത്, അതായത് പ്രൊഫഷണൽ സൗണ്ട് റെക്കോർഡിങ്ങിന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട റൂമിന്റെ പേരാണ് ഡെഡ് റൂം കേട്ടോ. വാട്ട് ഈസ് ഡെഡ് റൂം? റൂം ഇൻ വിച്ച് റിവർബറേഷൻ ടൈം അപ്രോക്സിമേറ്റ്ലി 0. ഓക്കെ, ഗുഡ്. അപ്പൊ ആൻസർ ഏതാ? അടുത്തതാ മിസ്ബ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ. Which among the following is true for propagation of sound waves? സൗണ്ട് ക്യാൻ ട്രാവൽ ഇൻ വാക്വം. പോസിബിൾ ആണോ? No. സൗണ്ടിന് വാക്വത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ വേവ്. സൗണ്ട് മെക്കാനിക്കൽ വേവ് ആയതുകൊണ്ട് സൗണ്ടിന് ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റൂ. അടുത്തത്, സൗണ്ട് കനോട്ട് ട്രാവൽ ഇൻ വാക്വം. അത് കറക്റ്റാ. ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അത് കറക്റ്റാ.
സൗണ്ട് ക്യാൻ ട്രാവൽ കെനോട്ടാണ് കെനോട്ടാണ്. സൗണ്ട് കെനോട്ട് ശരിയല്ലേ? സൗണ്ട് കെനോട്ട് ട്രാവൽ ഇൻ വാക്യൂം കറക്റ്റ് അല്ലേ? Yes, sir. Yes, sir. ആൻഡ് ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡണൽ വേവ് ഇൻ എയർ, അത് കറക്റ്റ് അല്ലേ? Yes, sir. സൗണ്ട് ക്യാൻ ട്രാവൽ ഇൻ വാക്യൂം അത് തെറ്റാ. ക്യാൻ അല്ല, കെനോട്ടാണ്. സൗണ്ട് കെനോട്ട് ട്രാവൽ ഇൻ വാക്യൂം ആൻഡ് ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്, ട്രാൻസ്വേഴ്സ് അല്ല. അപ്പൊ ഏതാ ആൻസർ? Option B. ഓപ്ഷൻ ബി. സൗണ്ട് കെനോട്ട് ട്രാവൽ ഇൻ വാക്യൂം ആൻഡ് ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡണൽ വേവ് ഇൻ എയർ. ലൈറ്റിന് രണ്ട് സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യാൻ പറ്റും, കാരണം ലൈറ്റ് ഈസ് എ നോൺ മെക്കാനിക്കൽ വേവ് ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലേ? Yes, sir. ലൈറ്റ് ഈസ് എ നോൺ മെക്കാനിക്കൽ വേവ് ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഓക്കെ ആണോ? Yes, sir. Okay, sir. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധ വായിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A tennis ball is thrown in the vertically upward direction and the ball attains a maximum height of 20 meters. The ball was thrown approximately with an upward velocity. മുകളിലേക്ക് ഇറങ്ങി എത്ര സ്പീഡിലായിരിക്കുന്നു? ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഏത് ഉപയോഗിക്കാം? വി സ്ക്വയർ ഈസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിച്ചൂടെ? ഇവിടുത്തെ മുകളിലേക്ക് എറിയുമ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ വിയുടെ വാല്യൂ 0 ആയിരിക്കും. യു നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് 0 ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 0 ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു എച്ച് എന്ന് എഴുതാം. ഇപ്പം 2gh ഈസ് ഈക്വൽ യു സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? Yes. നമുക്ക് എന്താ കാണേണ്ടത്? യു സ്ക്വയർ. അപ്പോൾ യു ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2gh എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു ജിയുടെ വാല്യൂ എത്രയാ? 10 എടുത്തു. എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 മീറ്റർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 20 ഇൻറ്റു 20. ആൻസർ എന്തായിരിക്കും? 20 അല്ലേ ആൻസർ? Yes, sir. 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. Okay, sir. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഓബ്ജക്ട് മൂവിങ് വിത്ത് 200 gram 100 ജൂൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കൈനറ്റിക് എനർജി കാണാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഹാഫ് എം വി സ്ക്വയർ അല്ലേ? മാസ് 200 gram ആണ്, അപ്പോൾ 2 kilogram ആണ്. എനർജി 100, അപ്പോൾ 100 ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ്? 2 ഇൻറ്റു വി സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ 100 എന്ന് വരും. 2 കട്ടാവും. അപ്പോൾ വിയുടെ വാല്യൂ റൂട്ട് 100 എന്നല്ലേ വരാം അല്ലേ? Yes, sir. റൂട്ട് 100 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡ്. The device used to produce electric current is Generator. Generator. മോട്ടർ അല്ല, അമ്മീറ്റർ അല്ല, ഗാൽവനോമീറ്റർ അല്ല. ബെറ്റർ ഓപ്ഷൻ ജനറേറ്റർ. അടുത്തത് myopia is a defect in human vision where an image of a myopia എന്ന് പറയുമ്പോൾ ഷോർട്ട് സൈറ്റ് അല്ലേ? Yes, sir. ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ പേരിലേ ഉണ്ട് ഷോർട്ട് സൈറ്റ്. അടുത്തുള്ളവരെ കാണാൻ പറ്റും. അപ്പൊ ആരെ കാണാൻ പറ്റില്ല? അകലെയുള്ളവരെ കാണാൻ പറ്റില്ല അല്ലേ? അപ്പൊ നിയർ ബൈ ഓബ്ജക്ട്സ് ക്ലിയർ ആയിരിക്കും, എന്നാൽ ഡിസ്റ്റന്റ് ഓബ്ജക്ട് ക്ലിയർ അല്ല അല്ലേ? Yes, അപ്പൊ sir. നിങ്ങളൊന്ന് പറഞ്ഞേ. Yes, sir. നിയർ ബൈ Nearby അല്ല. object is അപ്പൊ ആൻസർ യെസ്, എ അല്ല ബി അല്ല, പിന്നെ ഏതാവാം?
ഡിസ്റ്റന്റ് ഓബ്ജക്ട് ഫോക്കസ്ഡ് ബിഫോർ റെറ്റിനയാണോ ബിയോണ്ട് റെറ്റിനയാണോ? ബിഫോർ റെറ്റിന. അതുകൊണ്ടല്ലേ നമ്മൾ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്ന് ഡൈവേർജ് ചെയ്ത് കൊടുക്കും അല്ലേ? എന്നിട്ട് കറക്റ്റായിട്ട് എവിടേക്ക് വീഴ്ത്തും? റെറ്റിനയിലേക്ക് വീഴ്ത്തും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? വരുമ്പോൾ എന്തുണ്ടാവും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും? റെറ്റിനയുടെ മുന്നിലല്ലേ വന്ന് വീഴാ അല്ലേ? അപ്പൊ ഏതാ ആൻസർ എന്ന് പറഞ്ഞേ? ഓപ്ഷൻ സി. കേട്ടോ, ഹൈപ്പർ മെട്രോപ്പി ആവുമ്പോ ലൈറ്റ് എവിടെ വന്നിട്ടാ കൺവെർജ് ചെയ്യാം? ബിയോണ്ട്. ഹൈപ്പർ മെട്രോപ്പിയുടെ വേറെ പേരെന്താ? ലോങ് സൈറ്റ്. അടുത്തത് ടിൻഡാൽ എഫക്റ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് ടിൻഡൽ എഫക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ടിൻഡൽ എഫക്ട് എന്ന് പറഞ്ഞാൽ? ഉറക്കെ പറ. ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്ത് റീഎമിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ടിൻഡൽ എഫക്ട് കേട്ടോ. എന്തായാലും ആൻസർ ഏതാന്ന് പറ. Scattering of light by colloidal particles. Tingling of stars primarily due to refraction. Tingling of stars primarily due to atmospheric refraction, reflection, polarization, dispersion. Star tingle ചെയ്യാനുള്ള കാരണം എന്താണ്? Refraction. അതെ, അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ലെയറുകളിൽ തട്ടിയുള്ള റിഫ്രാക്ഷൻ ആണ് കാരണം കേട്ടോ. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ റേ ഓപ്റ്റിക്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റേ ഓപ്റ്റിക്സ് നന്നായിട്ട് നോക്കണം കേട്ടോ. കോർണിയ ഇൻ ഹ്യൂമൻ ഐ ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോർണിയ ഇൻ ഹ്യൂമൻ ഐ ഈസ് ലൈറ്റ് സെൻസിറ്റീവ് സ്ക്രീൻ ഈസ് എ മസ്കുലർ ഡയഫ്രം കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ് കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് സെൽസ്. ഏതാ ആൻസർ? Come on. Option A ആണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എല്ലാവർക്കും എന്താ തോന്നുന്നേ? ഒന്ന് പറയടാ. നിങ്ങളല്ലേ ബയോളജിയിലൊക്കെ ഇത് പഠിച്ചിട്ടുള്ളത്. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇറ്റ്സ് എ ലൈറ്റ് സെൻസിറ്റീവ് സ്ക്രീൻ. ലൈറ്റ് സെൻസിറ്റീവ് സ്ക്രീൻ അല്ല, അത് റെറ്റിനയാണെന്നാണ് പറയുന്നത്. അപ്പൊ എ അല്ല ആൻസർ. മസ്കുലാർ ഡയഫ്രം അല്ല, അത് ഐറിസ് ആണ്. അത്രയും മസ്കുലാർ ഡയഫ്രം കണ്ടെയ്ൻ ബ്ലഡ് വെസൽ. കോർണിയ ഈസ് എ നോ ബ്ലഡ് വെസൽ അവസ്കുലാർ ആണ്. അവസ്കുലാർ. ബെറ്റർ ഓപ്ഷൻ composed of proteins and cells. Correct. Cornea is a transparent made of proteins, mainly collagen and living cells. ഇവർ കൊടുത്തിരിക്കുന്ന ബെറ്റർ ഓപ്ഷൻ ഡി ആണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. അത് നിങ്ങളുടെ ബയോളജി ടീച്ചറോടൊന്ന് ചോദിച്ചോളുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് സെൽസ് എന്നാണ് കേട്ടോ. ലൈറ്റ് സെൻസിറ്റീവ് സ്ക്രീനിനെ നമ്മൾ വിളിക്കുന്ന പേര് റെറ്റിന എന്നാണ്. മസ്കുലാർ ഡയഫ്രത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഐറിസ് എന്നാണ്. ബ്ലഡ് വെസൽസ് അല്ല, അത് അവസ്കുലാർ, അതായത് നോ ബ്ലഡ് വെസൽസ് ആണ്. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് സെൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഓക്കെ സർ. പവർ കണ്ടുപിടിക്കാൻ അറിയില്ലേ? 18 പവർ ഓഫ് ലെൻസ്.
of focal length 25 centimeter is 4 diopter. പവർ കണ്ടുപിടിക്കാൻ 1 by focal length അല്ലേ എടുക്കേണ്ടത്? Yes, sir. Sir, 4 diopter. Diopter. 4 diopter. Option C. 25 into 10 raised to minus 2. അപ്പോൾ 100 divided by 25. 10 raised to minus 2 മുകളിലേക്ക് വരുമ്പോൾ 10 square by 25. അപ്പോൾ 100 by 25. 4 അല്ലേ? Yes, sir. 4. Simple question. 19. 3 equal resistors connected in parallel. Configuration in a closed electrical circuit. Then total resistance in the circuit becomes 1/3 of the individual. ആറും കൂടെ പാരലൽ R/3 അല്ലേ? അപ്പോൾ 1/3 of the individual resistance അല്ലേ വരാ? Yes, sir. Yes, sir. Imagine current carrying straight conductor with the magnetic fields of line anti-clockwise direction. The current in the direction determined by നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? Right hand thumb rule. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണോ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണോ? Right hand thumb rule. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇനി എവിടേക്കായിരിക്കും ഡയറക്ഷൻ? Upward ആണ്. Current carrying straight conductor with the magnetic field lines of anti-clockwise in direction. Anti-clockwise. Sir, option C ആണോ? Yes. Upward, outward direction. Upward direction. കാരണം നമ്മൾ വിരൽ പിടിച്ച് നോക്ക്, ഫിംഗേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്തേക്കല്ലേ വരുന്നത് തമ്പ്, ആന്റി ക്ലോക്ക് വൈസ് വരണമെങ്കിൽ. ഇൻവേർഡ് ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പം നമുക്കിവിടെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആൻഡ് ഇറ്റ് വുഡ് ബി come on അല്ല, ശരിക്കും ഔട്ട്വേർഡ് എന്നാണ് പറയേണ്ടത്. കുഴപ്പമില്ല, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ബോയൻസി ഈസ് എ പ്രഷർ ആണോ ഫോഴ്സ് ആണോ? ഫോഴ്സ്. ബോയൻസി ഈസ് ആൻ അപ്വേർഡ് ഫോഴ്സ്. ബോയന്റ് ഫോഴ്സിനെ തന്നെ വിളിക്കുന്ന വേറെ പേരാണ് അപ്പ് ത്രസ്റ്റ്. അപ്പ് ത്രസ്റ്റ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണോ പ്രഷർ ആണോ? Weight and mass of an object defined with Newton's laws of motion. Which of the following is true? Weight directly proportional to gravity എന്നല്ലേ? അല്ലേ? ഇപ്പൊ വെയിറ്റ് ഈസ് ഈക്വൽ നമ്മൾ mg എന്നല്ലേ എഴുതാറില്ലേ? ഈ മാസ് ആരായിരിക്കും? കോൺസ്റ്റന്റ്. ഇപ്പൊ വെയിറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാ. കാരണം വെയിറ്റ് കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആവണ്ടേ? ഗ്രാവിറ്റി പ്ലേസ് ടു പ്ലേസ് മാറിക്കൊണ്ടിരിക്കില്ലേ? മാസ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. അതും തെറ്റാ. മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്. വെയിറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണോ? അല്ലല്ലോ. അപ്പൊ ബെറ്റർ ഓപ്ഷൻ ഏതായിരിക്കും? Mass is a constant of proportionality. Mass is a constant of proportionality. Okay അല്ലേ? Yes, sir. അടുത്തത് ഫണ്ടമെന്റൽ ലോസ് ഓഫ് ഫിസിക്സ് റിക്വയേഴ്സ് Conservation of energy, momentum and charge. Conservation of energy, momentum and charge. Fundamental laws of physics requires energy and non-conservation of charge. Non-conservation of charge എന്ന് എടുക്കാനേ പറ്റില്ല. അപ്പോൾ തെറ്റാണ്. Conservation of charge and non-conservation of momentum. Non-conservation of momentum എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്.
കാരണം മൊമെന്റം മസ്റ്റായിട്ട് കൺസർവ് ചെയ്യും. കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് നോൺ കൺസർവേഷൻ ഓഫ് എനർജി, അതും പറ്റില്ല. എല്ലാ ലോസും എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ. ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പൊ ബെറ്റർ ഓപ്ഷൻ കൺസർവേഷൻ ഓഫ് എനർജി, മൊമെന്റം ആൻഡ് ചാർജ്. Work is said to be done 1 joule when a force of work is equal to force into displacement എഴുതാം അല്ലേ? ഇത് 1 കിട്ടണം. അപ്പൊ ഏതായിരിക്കും ആൻസർ? 1 ന്യൂട്ടൺ 1 പക്ഷേ സെന്റിമീറ്റർ, അപ്പൊ അതല്ല. 1 ന്യൂട്ടൺ 50 സെന്റിമീറ്റർ അല്ല. 2 ന്യൂട്ടൺ 1 മീറ്റർ അല്ല. അപ്പൊ പിന്നെ ആൻസർ 4 ന്യൂട്ടൺ ബൈ 25 സെന്റിമീറ്റർ അല്ലേ? 4 into 25 by 100 കറക്റ്റ് അല്ലേ? 25 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 25 by 100 ആണ്. ഏതാ ബെറ്റർ ഓപ്ഷൻ? Option A. Option A. Option A. അടുത്തത് യൂണിഫോം മോഷൻ ഓഫ് കാർ അലോങ് എ സർക്കുലർ പാത്ത് എക്സ്പീരിയൻസസ് Change in velocity due to ചേഞ്ച് ഇൻ സ്പീഡ്. അത് തെറ്റാ, സ്പീഡ് ചേഞ്ച് ആവില്ല. കാരണം യൂണിഫോം മോഷൻ അല്ലേ പറഞ്ഞത്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ, ഇത് ശരിയല്ലേ? Yes, sir. ചേഞ്ച് ഇൻ മൊമെന്റം ഡ്യൂ ടു നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ, അത് തെറ്റാ. നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ എന്ന് പറയാൻ പാടില്ല. കോൺസ്റ്റന്റ് മൊമെന്റം അല്ല, കാരണം ഡയറക്ഷൻ മാറും. അപ്പൊ ഏതാ ബെറ്റർ ഓപ്ഷൻ? ഏതാ? Option B. ഓപ്ഷൻ ബി, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലേ? കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വർക്കൗട്ട്സ് കൂട്ടാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക. സാർ ഐ നീഡ് ദിസ് മച്ച് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ എന്നോ ഓർ ദിസ് ടോപ്പിക് എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് പ്ലേസ് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ. ഇനി പഠിക്കണുണ്ടോ കേട്ടോ? സൺഡേ എന്ന് വിചാരിച്ച് കിടന്ന് ഉറങ്ങരുതേ കേട്ടില്ലേ? ഒരു 12 മണിക്കൂറെങ്കിലും ഇന്ന് പഠിച്ചോളുണ്ട് കേട്ടോ. ബൈ. Thank you, sir.